قال رسول الله صلى الله عليه وسلم إذا صلى أحدكم فليبدأ بتحميد ربه جل وعز والثناء عليه ثم يصلي على النبي صلى الله عليه وسلم ثم يدعو بعد بما شاء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ തൻ്റെ റബ്ബിനെ ആദ്യമായി സ്തുതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്തു കൊള്ളട്ടെ. എന്നിട്ടായിരിക്കണം അവൻ ദുആ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ സ്തുതിക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയോ ചെയ്യാതെ നമസ്കാരത്തിൽ ദുആ ചെയ്യുന്ന ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇയാൾ ദുആക്ക് മുമ്പ് ഹംദും സ്വലാത്തും ചൊല്ലാതെ ധൃതി കാണിച്ചു. പിന്നീട് അവിടുന്ന് അയാളെ വിളിച്ചിട്ട് ആ വ്യക്തിയോടും അവിടെയുള്ള മറ്റുള്ളവരോടുമായി പറഞ്ഞ വാക്കുകളാണ് നാം മുകളിൽ ഓർമ്മിപ്പിച്ചത്. അൽഹംദുലില്ലാ എന്ന വാക്കിനേറെ മഹത്വമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുക വഴി ഒരു ദാസൻ ആ അനുഗ്രഹങ്ങളെക്കാൾ വലിയ നന്മയാണ് നേടിയെടുക്കുന്നത് എന്ന്. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, അത്ത്ഹൂറു ശത്റുൽ ഈമാനി വൽഹംദുലില്ലാഹി തംലഉൽ മീസാന. ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാകുന്നു, അൽഹംദുലില്ലാ എന്നത് തുലാസ് നിറക്കുന്നതാണ് എന്ന്.